പടിയുടെ തത്വം ഇതൊരുവർക്കും ചിന്തിച്ചാലറിഞ്ഞുകൂടാതവനല്ലെന്നാകിലും നിന്തിരുവടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു. സന്തതം അന്ധത്വം കൊണ്ടെന്തൊരു മഹാമോഹം. അന്തവുമാദിയുമില്ലാതൊരു പരബ്രഹ്മം അന്തരാത്മനി തെളിഞ്ഞുണർന്നു വസിക്കേണം. അന്ധകാരങ്ങളകന്നാനന്ദബുദിക്കേണം. ബന്ധവും മറ്റു മോക്ഷപ്രാപ്തിയുമരുളേണം. അവ്യക്തമതിസൂക്ഷ്മമായൊരു ഭവരൂപം സുവ്യക്തഭാവേന ദേഹത്വയ വിലക്ഷണം. ദൃഗ്രൂപമേകമന്യത് സകലം ദൃശ്യം ദൃഢം ജഡം ദുർഗ്രാഹ്യമനാത്മകമാകയാലജ്ഞാനികൾ എങ്ങനെ അറിയുന്നു മാനസവ്യതിരിക്തം അങ്ങിടാതൊരു പരമാത്മാനം ബ്രഹ്മാനന്ദം. ബുദ്ധ്യാത്മാ ആസങ്ങൾക്കുള്ള ഐക്യമായത് ജീവൻ ബുദ്ധ്യാദി സാക്ഷിഭൂതം ബ്രഹ്മമെന്ന് നൂനം. നിർവികാര ബ്രഹ്മണി നീരാത്മനി നിത്യേ നിർവിഷയാക്കിയേ ലോകമജ്ഞാന മോഹവശാൽ ആരോപിക്കപ്പെട്ടോരു തൈജസം സൂക്ഷ്മദേഹം ഹൈരണ്യമത് വിരാട് പുരുഷ അതിസ്ഥൂലം ഭാവനാവിഷയം എന്തോന്ന് യോഗീന്ദ്രാണാം കേവലം തത്ര കാണായിടുന്നു. ജഗത്തെല്ലാം ഭൂതമായതും ഭവ്യമായതും ഭവിഷ്യത്തും ഹേതുനാമഹത്തത്വാദ്യാവൃതസ്ഥൂലദേഹേ ബ്രഹ്മാണ്ടകോശേ വിരാട് പുരുഷേ കാണാകുന്നു. സന്മയമെന്ന പോലെ ലോകങ്ങൾ 14 തുങ്കനാം വിരാട് കുമാനാകിയ ഭഗവാൻ തന്നംഗങ്ങളല്ലോ 14 ലോകവും നൂനം. പാതാളം പാദമൂലം പാത്നികൾ മഹാതലം നാഥതേ കുൽഫം രസാതലവും തലാതലം. ചാരുചാനുക്കളല്ലോ സുതലം രഘുപതേ ഊരുകാണ്ഡങ്ങൾ തവ വിതലമതലവും. ജഗരം മകീതലം നാപിതേ നവസ്ഥലം രഘുനാഥോരസ്ഥലയമായത് സുരലോകം. കണ്ഠദേശം ദേ മഹർലോകമെന്നറിയണം. തുണ്ടമായത് ജനലോകമെന്ന നൂനം. ശംഖദേശം ദേ തപോലോകമങ്ങതിന്മീതേ പങ്കജയോ നിവാസമാകിയ സത്യലോകം. ഉത്തമാംഗം ദേ പുരുഷോത്തമ ജഗൽപ്രഭോ സത്താമാത്രകമേഘജാലങ്ങൾ ക്ലേശങ്ങളും ശക്രാദിലോകപാലന്മാരാം ഭുജങ്ങൾ തേ ദിക്കുകൾ കർണങ്ങളും അശ്വികൾ നാസികയും. വക്രമായത് വന്യനേത്രമാദിത്യൻ തന്നെ ചിത്രമെത്രയും മനസ്സായത് ചന്ദ്രനല്ലോ. ഭ്രൂഭംഗമല്ലോ കാലം ബുദ്ധി വാക്പതിയല്ലോ കോപകാരണ അഹങ്കാരമായത് രുദ്രൻ. വാക്കെല്ലാം ഛന്ദസ്സുകൾ ദംശകൾ യമനല്ലോ. നക്ഷത്രം ഭക്തികളെല്ലാം ദ്വിജഭക്തികളല്ലോ. ആസമായത് മോഹകാരിണി മഹാമായ വാസനാ സൃഷ്ടി സ്തവാഭാംഗമോക്ഷമല്ലോ. ധർമ്മം നിൻ പുരോഭാഗം അധർമ്മം പൃഷ്ഠഭാഗം ഉന്മേഷ നിമേഷങ്ങൾ ദിനരാത്രികളല്ലോ. സപ്തസാഗരങ്ങൾ നിൻ കുക്ഷി ദേശങ്ങളല്ലോ. സപ്തമാരുതന്മാരും വിശ്വാസഗണമല്ലോ. നദികളെല്ലാം തവ നാടികളാകുന്നതും പൃഥ്വീധരങ്ങൾ പോലസ്ഥികളാകുന്നതും വൃക്ഷാദ്യൗഷധങ്ങളുടെ രൂപങ്ങളാകുന്നതും ദക്ഷിണാം ദേവൻ തന്നെ ഹൃദയമാകുന്നതും വൃഷ്ടിയായതും തവ രേതസ്സെന്നറിയണം. പുഷ്ടമാ മഹീപതേ കേവലമജ്ഞാന ശക്തി സ്ഥൂലമായുള്ള വിരാട് പുരുഷരൂപം തവകാലേ നിത്യവും ധ്യാനിക്കുന്നവരുണ്ടാം മുക്തി. നിന്തിരുവടി ഒഴിഞ്ഞില്ല കിഞ്ചന വസ്തു സന്തതമീദൃശ ദിഗ്രൂപം ചിന്തിച്ചു വണങ്ങുന്നേൻ. ഇക്കാലം ഇതിൻകാളും മുഖ്യമായിപ്പോ ദിക്കാണാകിയ രൂപം എപ്പോഴും തോന്നിയിടണം. താപസവേഷം ധരാവല്ലഭം ശാന്താകാരം ചാപേക്ഷുകരം ചടാവൽക്കലഭൂഷണം കാനനേ വിജിന്നത്വം ജാനകീം സലക്ഷ്മണം മാനവശ്രേഷ്ഠം മനോജ്ഞം മനോഭവസമം. മാനസേ വസിപ്പതിന്നാലയം ചിന്തിക്കുന്നേൻ മാരുവംശോത്ഭൂതനാം ഭഗവൻ നമോ നമഃ. സർവജ്ഞൻ മഹേശ്വരൻ ഈശ്വരൻ മഹാദേവൻ സർവനവ്യൻ പരമേശ്വരിയോടും കൂടി നിന്തിരുവടിയെയും ധ്യാനിച്ചു കൊണ്ടു കാശ്യാം നിൻ സന്തതമരുന്നരുളിയിടുന്നു മുക്ത്യർത്ഥമാം. തത്രൈവ മുമുക്ഷുക്കളായുള്ള ജനങ്ങൾക്ക് തത്വബോധാർത്ഥം നിത്യം താരക ബ്രഹ്മവാക്യം രാമരാമേതി കണിഞ്ഞുപദേശവും നൽകി സോമനാം നാഥൻ വസിച്ചിടുന്നു സദാകാലം. പരമാത്മാവ് പരബ്രഹ്മം നിന്തിരുവടി പരമേശ്വരാനറിഞ്ഞു വഴിപോലെ മൂഢന്മാർ ഭവത്വത്വം എങ്ങനെ അറിയുന്നു മൂടിപ്പോകയാൽ മഹാമായ മോഹാന്തകാരെ. രാമഭദ്രായ പരമാത്മനേ നമോ നമഃ. രാമചന്ദ്രായ ജഗത് സാക്ഷിണേ നമോ നമഃ. പാഹി മാം ജഗന്നാഥ പരമാനന്ദരൂപ പാഹി സൗമിത്രസേവ്യ പാഹി മാം ദയാനിധേ. നിൻമഹാമായ ദേവി എന്നെ മോഹിപ്പിച്ചിടായകംബുജ വിലോചന സന്തതം നമസ്കാരം. ഇത്തമത്തിച്ചു ഭക്ത്യാ സ്തുതിച്ചു ഗന്ധർവനോട് ഉത്തമ പുരുഷനാം ദേവനുമരുൾ ചെയ്തു സന്തുഷ്ടനായേൻ തവ സ്തുത്യാ നിശ്ചല ഭക്ത്യാ. ഗന്ധർവ ശ്രേഷ്ഠ ഭവാൻ ത്വൽപദം പ്രാപിച്ചാലും
സ്ഥാനം മേ സനാതനം യോഗീന്ദ്രഗമ്യം പരമാനന്ദം പ്രാപിക്ക നീ മൽപ്രസാദത്താലടോ. അത്രയുമല്ല പുനരെന്നോ ഒന്ന് ഗ്രഹിപ്പാൻ ഞാൻ ഈ സ്തോത്രം ഭക്ത്യാ ജപിച്ചിടുന്ന ഞങ്ങൾക്കും മുക്തി സംഭവിക്കുമില്ല സംശയമേതും. ഭക്തനാം നിനക്കഥ പതനം ഇനി വരാ. ഇങ്ങനെ വരം വാങ്ങിക്കൊണ്ട് ഗന്ധർവശ്രേഷ്ഠൻ മംഗലം വരുവാനായി തൊഴുതു ചൊല്ലിയിടിനാൻ. മുമ്പിലാം മാറ് കാണാം മന്ദങ്കാശ്രമം തത്ത സമ്പ്രതി വസിക്കുന്നു ശബരി തപസ്വിനി. ഉൽപാദാംബുജ ഭക്തി കൊണ്ടേറ്റം പവിത്രയായി എപ്പോഴും ഭവാനിയും ധ്യാനിച്ചു വിമുക്തയായി. അവളെ ചെന്ന് കണ്ടാൽ വൃത്താന്തം ചൊല്ലും അവൾ അവനീസുത തന്നെ ലഭിക്കും നിങ്ങൾക്കെന്നാൻ.